തിരക്കു പിടിച്ച ഈ മഹാനഗരം ഒരു ചക്രവ്യൂഹമാണ്. ലക്ഷ്യബോധമില്ലാതെ പായുന്ന മനുഷ്യർ. ഇവിടെ ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും സ്ഥാനമില്ല. പകരം ഈ യാന്ത്രികമായ ചലനങ്ങൾ മാത്രം. അർത്ഥശൂന്യമായ ഓട്ടത്തിനിടയിൽ സ്വന്തം നിഴലിനെ പോലും തിരിച്ചറിയാൻ മറന്നുപോയ ഒരു ജനത. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും നീരാളിപ്പിടുത്തത്തിൽ സ്വയം ഹോമിക്കുന്ന യൗവനം. അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന സിറിഞ്ചുകൾക്കും കാലിക്കുപ്പികൾക്കും ഇടയിൽ തങ്ങളുടെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടുന്ന ഈ രാക്ഷസീയത അവരെ കൊണ്ടെത്തിക്കുന്നത് അഗാധമായ ഗർത്തങ്ങളിൽ. വികസനത്തിന്റെ അടയാളം എന്നു നാം കരുതിയ ആധുനിക ജീവിതശൈലി, ശരീരത്തെ കാർന്നു തിന്നുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, പളപളപ്പുള്ള പരസ്യങ്ങളുടെ പിന്നിൽ അനാരോഗ്യത്തിന്റെ ട്രാപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തിരക്ക് പിടിച്ചവർ. ഈ നെട്ടോട്ടമെല്ലാം ചെന്നു നിൽക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ തണുത്തുറഞ്ഞ ഇടനാഴികളിലൂടെ 4 ചക്ര സ്ട്രെച്ചറുകളുടെ സഹായത്തോടെ ഐസിയുവിൽ. പ്രിയ മനുഷ്യ, ആധുനിക വൈദ്യശാസ്ത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കണ്ടുപിടുത്തങ്ങളുടെ മെക്കാനിസത്തിലൂടെ നീ വലിച്ചുവിടുന്ന ശ്വാസം നിലയ്ക്കും. ആർക്കും വേണ്ടാത്ത നയാ പൈസയുടെ വിലയില്ലാത്ത വെറുമൊരു ശവശരീരം മാത്രമായി. വരൂ, നമുക്ക് മടങ്ങാം. 1400 വർഷങ്ങൾക്ക് മുൻപ് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു മാനുവലുണ്ട്. അതിലേക്ക്. هموم الحياة جبال ثقال ولكن بذكرك همي يزول وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമല്ല, അത് വിശ്വാസികൾക്ക് കാരുണ്യവും രോഗശമനവും ആണ്. അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നു, الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും. വിശുദ്ധ ഖുർആൻ പാരായണം മനസ്സിലെ ആകുലതകൾക്കും ശരീരത്തിലെ അസ്വസ്ഥതകൾക്കും ഒരു വലിയ ഔഷധമാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി പ്രാർത്ഥനകൾ കൊണ്ട് കോട്ട തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷ തേടാൻ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുവേ, കുഷ്ഠം, ഭ്രാന്ത്, പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയ എല്ലാ മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇസ്ലാം രോഗങ്ങളെയും പ്രതിസന്ധികളെയും വെറുതെ നോക്കി നിൽക്കാൻ പഠിപ്പിച്ച മതമല്ല. قال رسول الله صلى الله عليه وسلم لكل داء دواء فإذا أصيب دواء الداء برأ بإذن الله عز وجل. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. രോഗത്തിന് അനുയോജ്യമായ മരുന്ന് ലഭിച്ചാൽ അള്ളാഹുവിൻ്റെ അനുവാദത്താൽ അത് സുഖപ്പെടും. ചികിത്സ തേടുക എന്നത് പ്രവാചകചര്യയുടെ ഭാഗമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുചിത്വം കേവലം ഒരു ശീലമല്ല, അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ശുചിത്വം അഥവാ വൃത്തി ഈമാനിൻ്റെ പകുതിയാകുന്നു. ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തിനധികം, ഒരു പല്ല് തേക്കുന്ന വിഷയത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക നമുക്ക് കാണാം.
قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم بالسواك مع كل وضوء. എന്റെ സമുദായത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഉളൂവിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ക്വാറന്റൈനെക്കുറിച്ച് സംസാരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അത് ലോകത്തിന് കാണിച്ചു തന്നു. പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ ഒരു നാട്ടിൽ ഉണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് നിങ്ങൾ പ്രവേശിക്കരുതെന്നും നിങ്ങൾ ഉള്ള സ്ഥലത്താണ് അത് പടരുന്നതെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകരുതെന്നും അവിടുന്ന് പഠിപ്പിച്ചു. രോഗവ്യാപനം തടയാൻ അന്നേ പ്രവാചകൻ നൽകിയ ഈ മുൻകരുതലുകൾ ഇന്നും ലോകത്തിന് മാതൃകയാണ്. قال رسول الله صلى الله عليه وسلم: ما ملأ آدمي وعاء شرا من بطنه بحسب ابن آدم أكلات يقمن صلبه فإن كان لا محالة فثلث لطعامه وثلث لشرابه وثلث لنفسه. മനുഷ്യർ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് അവൻ്റെ വയറാണ്. അവന് നിലനിൽക്കാൻ ഏതാനും ഉരുളകൾ മതി. ഇനി നിർബന്ധമാണെങ്കിൽ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 ശ്വസിക്കാനും ആയി മാറ്റിവെക്കട്ടെ. അമിതമായ ഭക്ഷണം ശരീരത്തിന് ഭാരവും മനസ്സിന് മടിയും നൽകുന്നു. രോഗങ്ങൾ ഇല്ലാത്ത ശരീരത്തിനും പ്രസന്നമായ മനസ്സിനും ഭക്ഷണത്തിൽ മിതത്വം പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഥവാ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ ആവശ്യമായത് മാത്രം. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച വയറിൻ്റെ 1/3 മാത്രം ഭക്ഷണത്തിനായി നീക്കിവെക്കുക എന്ന സിദ്ധാന്തം വൈദ്യശാസ്ത്രം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കൊച്ചു ജീവിയാണ് തേനീച്ച. കഠിനാധ്വാനത്തിൻ്റെയും കൃത്യനിഷ്ഠയുടെയും പര്യായം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രം വളരുന്നതിന് എത്രയോ മുന്നേ പരിശുദ്ധ ഖുർആൻ ഈ കൊച്ചുജീവിയെ പരിചയപ്പെടുത്തി. നിന്റെ റബ്ബ് തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു: മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. തേൻ കേവലം ഒരു മധുരപാനീയമല്ല, അതൊരു പ്രകൃതിദത്ത ഔഷധമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ തേൻ മുറിവുകൾ ഉണക്കുവാനും ചുമയും തൊണ്ടവേദനയും കുറയ്ക്കുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ദഹനപ്രക്രിയ സുഗമമാക്കുവാനും സഹായിക്കുന്നു. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ഈ കറുത്ത ജീരകം അഥവാ കരിഞ്ജീരകം ശീലമാക്കുക. തീർച്ചയായും അതിൽ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. കറുത്ത ജീരകത്തിലെ തൈമോക്കിനോൺ എന്ന ഘടകം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും വീക്കങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുവാനും മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമായി കരിഞ്ജീരകം ഉപയോഗപ്പെടുത്താം. ദിവസവും രാവിലെ അല്പം കരിഞ്ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണയോ തേനിൽ ചാലിച്ചു കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ജലം 5000-ലധികം വർഷങ്ങളായി വറ്റാതെ നിലകൊള്ളുന്ന അള്ളാഹുവിൻ്റെ അത്ഭുത ഉറവ. വിശ്വാസികൾക്ക് ആത്മീയമായും ശാരീരികമായും എന്നും കരുത്തേകുന്ന മാഉ സംസം. വിശുദ്ധ ഖുർആൻ ഒലീവിനെ മുബാറക് അഥവാ അനുഗ്രഹീത മരം എന്ന് വിശേഷിപ്പിച്ചു. കിഴക്കൻ ദേശത്തോ പടിഞ്ഞാറേ ദേശത്തോ അല്ലാത്ത അനുഗ്രഹീതമായ ഒലിവ് വൃക്ഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒലിവെണ്ണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക. തീർച്ചയായും അത് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. ഒലീവിൽ അടങ്ങിയിരിക്കുന്ന ഒലീക് ആസിഡ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതായും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. തൽബീന് രോഗിയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുകയും സങ്കടങ്ങളെ നീക്കുകയും ചെയ്യുന്നു. ബാർലിപ്പൊടിയും തേനും പാലും ചേർത്തുണ്ടാക്കുന്ന ഒരുതരം പാനീയമാണിത്. ശാരീരികമായ അസുഖങ്ങൾക്കും മാനസികമായ വിഷമങ്ങൾക്കും ഒരു ഔഷധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, സിങ്ക് എന്നിവ മാനസിക സംഘർഷങ്ങൾ കുറവ് വരുത്തുന്നതായി ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രകൃതി നൽകുന്ന സമ്പൂർണ്ണ ആഹാരമാണ് ഈത്തപ്പഴം. ഖുർആൻ അനുഗ്രഹീതം എന്ന് വിശേഷിപ്പിച്ച ഈ ഫലം ഊർജത്തിൻ്റെയും പോഷകങ്ങളുടെയും കലവറയാണ് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. വിശപ്പടക്കുവാനും മധുരത്തോടുള്ള ആർത്തി കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. ഈത്തപ്പഴം ഇല്ലാത്ത വീട്ടിലുള്ളവർ പട്ടിണിയിൽ ആയതിന് തുല്യമാണ്. വീട്ടിലെ പോഷകാഹാരത്തിൻ്റെ കലവറയാണ് ഈത്തപ്പഴം എന്ന് ഇത് വ്യക്തമാക്കുന്നു. വിശ്വാസിയുടെ ആരോഗ്യ സംരക്ഷണവും ഇബാദത്തും തമ്മിലുള്ള ബന്ധം. ശരീരത്തിലെ ദുഷിച്ച രക്തത്തെ പുറന്തള്ളി നവോന്മേഷം നൽകുന്ന ഹിജാമ അഥവാ കൊമ്പു ചികിത്സ. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കരുത്തു പകരുന്ന കുതിരസവാരി. ശരീരത്തിൻ്റെ മുഴുവൻ പേശികളെയും ഉണർത്തുന്ന നീന്തൽ. ഏകാഗ്രതയും ലക്ഷ്യബോധവും നൽകുന്ന അമ്പെയ്ത്ത്. അനന്തമായ പ്രപഞ്ചരഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ച വിസ്മയകരമായ ഒരു ലഘു പ്രപഞ്ചമാണ് മനുഷ്യ ശരീരം. ഇത് കേവലം രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും സങ്കലനമല്ല, മറിച്ച് സൃഷ്ടാവിൻ്റെ അത്യപൂർവമായ ഒരു സൃഷ്ടി വൈഭവമാണ്. പവിത്രമായ ഈ ദേഹം അള്ളാഹു മനുഷ്യന് നൽകിയ അമൂല്യമായ ഒരു ട്രസ്റ്റാണ് അഥവാ അമാനത്താണ്. ഈ ഭൗതിക ശരീരത്തിൻ്റെ ആരോഗ്യവും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കുക എന്നത് വിശ്വാസിയുടെ ആത്മീയമായ ബാധ്യതകളിൽ സുപ്രധാനമത്രേ. അനാരോഗ്യത്തിൻ്റെ തടവറയിൽ ആയിപ്പോകുന്നതിന് മുമ്പ് ആരോഗ്യത്തിൻ്റെ സുദിനങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന പ്രവാചക പാഠം നമുക്ക് മുമ്പിലുണ്ട്. പാരത്രിക ലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന 5 കാര്യങ്ങളിൽ പ്രഥമമായി നമ്മുടെ ശാരീരിക ആരോഗ്യം എപ്രകാരം വിനിയോഗിച്ചു എന്ന ചോദ്യമുണ്ടാകുമെന്ന് തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു. 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു: ആരോഗ്യവും ഒഴിവു സമയവും. സൃഷ്ടാവിന് സമർപ്പിക്കേണ്ട ഏറ്റവും മനോഹരമായ നിവേദ്യമായ ഇതിനെ കാത്തുസൂക്ഷിക്കാം. അറിവും ആരോഗ്യവും സമന്വയിക്കുന്ന ഈ പാതയിലൂടെ നമുക്ക് മുന്നേറാം. സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രവാചക വെളിച്ചം നമ്മെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രവാചകചര്യയുടെ
അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഈ ഗവേഷണാത്മകമായ ഈ ദൃശ്യാവിഷ്കാരം ഇവിടെ സമാപിക്കുന്നു.